പാലത്തായി കേസിലെ പ്രതിയും BJP നേതാവുമായ പത്മരാജന്റെ ശിക്ഷ മരവിപ്പിച്ച കോടതി വിധി ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മനസാക്ഷിയാണ് മരവിപ്പിച്ചിരിക്കുന്നത്. പത്മരാജന് ജാമ്യം ലഭിച്ച ഈ വാർത്ത പുറത്തുവന്ന അതേ സമയം തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്നും ശ്രദ്ധേയമായ ഒരു പ്രസ്താവനയും വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ജഡ്ജിമാർ ദൈവങ്ങളല്ലെന്നും അവരെടുക്കുന്ന എല്ലാ വിധികളും പൂർണ്ണമായും ശരിയാകണമെന്നില്ലെന്നും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ജസ്റ്റിസ് സഞ്ജയ് കരോളാണ്. സുപ്രീം കോടതിയിൽ നിന്ന് വിരമിക്കുന്ന അവസരത്തിൽ തന്റെ യാത്രയയപ്പ് പ്രസംഗത്തിലാണ് ശ്രദ്ധേയമായ ഇത്തരമൊരു പരാമർശം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പാലത്തായി കേസിലെ ഹൈക്കോടതിയുടെ നിലപാടിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രസ്താവനയും വിലയിരുത്തപ്പെടേണ്ടത്. ഒരു ജഡ്ജിക്ക് കേവലം നിയമജ്ഞത മാത്രമല്ല, സമൂഹത്തോടും മനുഷ്യരോടും അല്പമിനവും യഥാർത്ഥ മനുഷ്യനെ തിരിച്ചറിയാനുള്ള കഴിവും കൂടി ഉണ്ടായിരിക്കണമെന്ന് കൂടി ജസ്റ്റിസ് സഞ്ജയ് കരോൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പാലത്തായി പീഡന കേസിൽ പ്രതിയായ സ്കൂൾ അധ്യാപകനും BJP നേതാവുമായ പത്മരാജന്റെ ശിക്ഷ മരവിപ്പിച്ച കോടതി വിധിയിൽ ഇതിനകം തന്നെ വലിയ രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് പുറത്തുവരുന്നത്. ആദ്യമായി ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് CPM ആണ്. UDF സർക്കാരിന്റെയും പ്രോസിക്യൂഷന്റെയും ഒത്തുകളിയിലൂടെയാണ് ജാമ്യം നേടിയത് എന്നാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി തുറന്നടിച്ചിരിക്കുന്നത്. 2 വർഷത്തിലധികം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് പ്രതി കുറ്റക്കാരനാണെന്ന് തലശ്ശേരി കോടതി വിധിച്ചത്. അത് കേരളത്തിന് തന്നെ പ്രതീക്ഷ പകർന്ന ഒരു വിധിയായിരുന്നു. പീഡിപ്പിച്ച ഡേറ്റും സമയവുമൊക്കെ ആ കുഞ്ഞ് ഓർത്തു വെക്കണമെന്ന് പറയുന്നത് തന്നെ എത്ര ബാലിശമാണ് എന്നൊരു ചോദ്യവും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഉയരുന്നുണ്ട്. രക്ഷിതാവിനെ പോലെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള സ്വന്തം അധ്യാപകന്റെ ലൈംഗിക വൈകൃതങ്ങൾക്കിരയാക്കപ്പെട്ട് പകച്ചുപോയൊരു 4ാം ക്ലാസ്സുകാരിയുടെ മൊഴികളിൽ എത്ര കൃത്യത വേണം എന്നതാണ് മറ്റൊരു ചോദ്യം. ഈ കേസ് അന്ന് ക്രൈംബ്രാഞ്ച് IG ആയിരുന്ന S. ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷിച്ചപ്പോൾ പ്രതിക്ക് അനുകൂലമായ നിലപാടാണ് ശ്രീജിത്ത് സ്വീകരിച്ചിരുന്നത്. ഇതൊരു വോയിസ് ക്ലിപ്പായി പുറത്തു വരികയും ചെയ്തിരുന്നു. തുടർന്ന് പ്രതിഷേധം ശക്തമായപ്പോഴാണ് സർക്കാർ ശ്രീജിത്തിനെ അന്വേഷണ ചുമതലയിൽ നിന്നും മാറ്റിയിരുന്നത്. ഇപ്പോൾ ഇതേ ശ്രീജിത്തിന് DGP UDF സർക്കാർ ഉദ്യോഗക്കയറ്റം നൽകി ജയിൽ മേധാവിയായി പ്രതിഷ്ഠിച്ചപ്പോൾ പാലത്തായി കേസിലെ പ്രതിക്ക് ജയിലിൽ നിന്ന് മോചനവും ലഭിച്ചിരിക്കുകയാണ്. ഇത് യാദൃശ്ചികമായി തോന്നാമെങ്കിലും അത്ര നിഷ്കളങ്കമായി കാണാൻ സാധിക്കില്ല. പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ ശക്തമായ വാദം പ്രോസിക്യൂഷൻ ഉയർത്തിയില്ലെന്നും ഒത്തുകളിച്ചു എന്നുമുള്ള CPM ആരോപണം പ്രസക്തമാകുന്നതും ഇവിടെയാണ്. കാരണം ജയിൽ മേധാവിയായ ശ്രീജിത്തിന് DGP ഉദ്യോഗക്കയറ്റം നൽകാനും ശ്രീജിത്തിനെതിരായ വിജിലൻസ് അന്വേഷണ ഹർജിയിൽ അന്വേഷണം വേണ്ടെന്ന വാദം ഉയർത്താനും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും സർക്കാർ സംവിധാനങ്ങളും കാണിച്ച ശുഷ്കാന്തി എന്തായാലും പാലത്തായി കേസിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പ്രതിക്ക് ജാമ്യം അനുവദിച്ച കോടതിക്ക് മുകളിൽ വേറെയും കോടതികൾ ഉള്ളതുകൊണ്ട് ആത്യന്തികമായി ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കുമെന്ന് തന്നെ തൽക്കാലം നമുക്ക് പ്രതീക്ഷിക്കാം.